നല്ല ഹെൽത്തി ആയിരിക്കണം, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കണം. ഇന്ന് നമ്മളെ ക്യാരറ്റ് വെച്ച് അത്തരത്തിലുള്ള ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത്. വളരെ ഈസിയാണ്, വളരെ കുറഞ്ഞ ചേരുവകളും ഉള്ളൂ. അതുമാത്രമല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമ്മൾ ചില ഐറ്റംസൊക്കെ ചെയ്യുമ്പോഴേ വിരുന്നുകാർ അറിയാതെ കയറി വരാറുണ്ട്. അങ്ങനെ അവരുകൂടെ കഴിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു ഐറ്റം കൂടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. ക്യാരറ്റും ശർക്കരയും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു കിടിലനായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ നമുക്ക് വേണ്ടത്. 1.5 മുതൽ 2 കപ്പ് വരെ എനിക്ക് ഈ ഒരു അളവിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ക്യാരറ്റ് ആദ്യം ഇതുപോലെ ഒട്ടും നെയ്യോ അതുപോലെ എണ്ണയോ ഒന്നും ചേർക്കാണ്ടില്ലേ, ഒന്നൊന്ന് നമ്മളിതുപോലെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇതിൽ ആ ജലാംശം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ആ കളർ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമ്മൾ ഇതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ഈ ഒരു പാനിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങളും ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരവിയത് കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലപോലെ റോസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റോസ്റ്റായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കൂടരുത് പ്രത്യേകം പറയാണ്, ഇത്രയും തന്നെ ഉപ്പ് മതിയാവും കേട്ടോ. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ശർക്കരയാണ്. ഒരു 1/2 കപ്പ് ശർക്കര ഞാൻ ചീവി എടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഉരുക്കിയെടുക്കുമ്പോൾ ഇതിൽ വെള്ളം കൂടുതലായിട്ട് വരും, വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എടുക്കണം കേട്ടോ ശർക്കര. ഇനി നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് മിക്സാക്കി എടുക്കണം. ശർക്കര ഒന്ന് ചൂടാകുമ്പോൾ അതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വന്നോളും. ഇതിലേക്ക് ഒട്ടും നിങ്ങൾ വെള്ളം ചേർക്കരുത് കേട്ടോ, കാരണം ശർക്കരയിൽ നിന്ന് കുറച്ചൊരു വെള്ളം ഇങ്ങനെ നമ്മൾ ചൂടാക്കി വരുമ്പോൾ തന്നെ ഇറങ്ങി വരാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ തേങ്ങ ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ട് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ വെള്ളം അധികം ഇതിലേൽ അങ്ങനെ കാണത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നത്. അതുമാത്രമല്ല ക്യാരറ്റ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് വറുത്തെടുത്തതും അതുകൊണ്ട് തന്നെയാണ്. അതിൽ ക്യാരറ്റിൽ നിന്നും വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതേ നല്ല പോലെ രണ്ടും മിക്സാക്കി എടുക്കുക. എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുന്ന പരിപാടി മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് കാഷ്യൂനട്ടും റൈസിൻസും ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർക്കുന്നെങ്കിൽ ചേർക്കാം കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നും ഇല്ലാണ്ട് തന്നെ ഈ ഒരു ഐറ്റം വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഞാൻ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഐറ്റം നമുക്ക് പുറത്ത് വെച്ചാലും ഒരു 2-3 ദിവസമൊക്കെ കേടാവാതെ നിൽക്കുന്ന ഐറ്റം കൂടെയാണ് കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കണമെന്ന് മാത്രം. ഇപ്പോൾ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അതുമല്ല ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിലേ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കൂ, അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇതിലേക്ക് കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ചേർക്കണോ എന്നുള്ളത്. അതൊന്നും ചേർക്കാതെയും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.